Hi guys, Assalamu alaikum. Welcome back to my channel. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വെട്ട് കേക്ക്. അതെങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം. വെട്ട് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മൈദക്ക് 150 ഗ്രാം റവയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് റവയും മൈദയും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ആക്കാൻ. മൈദ അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് പൊടിച്ച് വെച്ച 1 ടീസ്പൂൺ ഏലക്കായ് പൊടി, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 2 ടീസ്പൂണ് ഉപ്പ്, 2 മുട്ട, 1 കപ്പ് ഷുഗർ പൊടിച്ചത്, കുറച്ച് ഫുഡ് കളറും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മളെ യെല്ലോ കളർ കിട്ടുകയുള്ളൂ. നമ്മൾ എടുത്തു വെച്ച 2 മുട്ട, കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ആദ്യം മൈദ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാറുണ്ട്. നമ്മൾ പഞ്ചസാരയും ഇതെല്ലാം കൂടിയിട്ട് അടിച്ചെടുത്തത് അതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല കട്ടിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലൂസായി പോറുക, അതാണ് ഒന്നായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായി പോകും. അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് ഗീയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളെ മാവ് ഏകദേശം റെഡിയായിട്ടുണ്ട്. അതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് 2 അറ്റം ഒന്ന് മുറിച്ചിട്ട് സൈഡായിട്ട് ഒപ്പിച്ചിട്ട് മുറിച്ചെടുക്കുക. അതൊരു ബോൾ ഷേപ്പിലാക്കിയിട്ട് എടുക്കുക. വെട്ടേക്ക് നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും വെട്ടിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാനിത് ഉണ്ടയാക്കിയിട്ടാണ് എടുക്കുന്നത്. ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി. ഇതേപോലെ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ. നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എണ്ണ ഓവറായിട്ട് ചൂടുണ്ടാകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെ വെട്ടേക്ക് ഇവിടെ റെഡിയാകുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വെട്ടേക്ക് എല്ലാം ഈ ഒരു ബ്രൗൺ കളറിൽ പരുവത്തിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ വെട്ടേക്ക് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. നല്ല ഉള്ളെല്ലാം വെന്ത് നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.